ഞാൻ സുമയ്യ. ഞാൻ ബിടെക് കഴിഞ്ഞ് എംടെക് കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം PSC അറ്റൻഡ് ചെയ്ത എനിക്ക് ഫസ്റ്റ് റാങ്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്റർ കീ അക്കാഡമി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അത് നേടാൻ പറ്റും. ഞാൻ സുമയ്യ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്താണ് താമസം. ഞാൻ ബിടെക് കഴിഞ്ഞ് എംടെക് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ എംടെക് കംപ്ലീറ്റ് ആക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അങ്ങനെ ആ ഒരു ടൈമിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഈ ഡയറി ഫാമിൻ്റെ. അങ്ങനെ ഞാൻ ഈ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു വീഡിയോയിലൂടെ തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. ഇതിൻ്റെ സിലബസൊക്കെ നോക്കിയപ്പോൾ +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്സ്, ഡയറി ഒരു എക്സ്ട്രാ ഒരു പോർഷൻ നമ്മൾ പഠിക്കാത്തൊരു ഡയറി സയൻസ് ഉള്ളൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ +2 പഠിച്ചത് തന്നെയാണ്. അപ്പോൾ തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അങ്ങനെ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സിലബസ് പ്രീവിയസ് സിലബസ് എടുത്തിട്ട് ഞാൻ ഒരു എൻ്റേതായ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ പഠനം തുടങ്ങി. ഞാൻ ബിടെക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറി സയൻസ് ആയിരുന്നു. സോ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിൽ നല്ലൊരു നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇതുകൂടാതെ ഈ എക്സാം അടുത്ത ടൈമിൽ മാസ്റ്റർ കീയുടെ ഈ ഡയറി സയൻസിൻ്റെയും എല്ലാ സബ്ജക്ട്സിനൊക്കെ മാരത്തോൺ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഉപകാരപ്പെട്ടു. ഈ മാരത്തോൺ ക്ലാസ്സിലെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. എന്നാൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു ടെക്നിക്കൊക്കെ അതിൽ നമുക്ക് മനസ്സിലായി. ഫൈനലി ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്ന ടൈമിൽ ഈ മാസ്റ്റർ കീയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. റിട്ടൺ എക്സാമിൽ എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെക്കാളും ഇൻ്റർവ്യൂവിൽ എനിക്ക് അതിനേക്കാളും ഒരു മാർക്ക് കൂടുതൽ നേടാൻ സാധിച്ചതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അതിന് ഞാൻ മാസ്റ്റർ കീ അക്കാഡമിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ക്ലാസ്സസ് വളരെയധികം യൂസ്ഫുള്ളാണ്. എസ്പെഷ്യലി ഇൻ്റർവ്യൂ ക്ലാസ്സസൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു ഫസ്റ്റ് ടൈം ഒരു PSC അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കീ അക്കാഡമി എന്ന് പറയുന്നത് മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം PSC അറ്റൻഡ് ചെയ്ത എനിക്ക് ഫസ്റ്റ് റാങ്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്റർ കീ അക്കാഡമിയെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അത് നേടാൻ പറ്റും. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.